അത് ഉരുളക്കിഴങ്ങ് കൊണ്ട് പായസം ഉണ്ടാക്കാം. അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. അത് ഉരുളക്കിഴങ്ങ് വേവിച്ചത് ഇട്ടിട്ട് വരട്ടിയെടുക്കാം. അതുപോലെ വെള്ളം വറ്റി കുറച്ചൊരു ടൈറ്റായി വരണം. മധുരമൊക്കെ നമ്മുടെ ആവശ്യം പോലെ. എല്ലാവർക്കും പല തരത്തിലാണ് താല്പര്യങ്ങൾ. ചിലർക്ക് നല്ല മധുരം വേണം, ചിലർക്ക് കുറവേ വേണ്ടു. ഇപ്പോൾ പിന്നെ കുറേ ഷുഗറുള്ളവരൊക്കെ ആയ കാരണം കൊണ്ട് വീട്ടിൽ മധുരം കുറവേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഞങ്ങളിവിടെ മധുരം തീരെ കുറവേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കൂടുതൽ മധുരം ഇട്ടാൽ ഇത് ഞാൻ ഒരു ബെല്ലം ഒരു പീസ് ശർക്കരയാണ് ഇട്ടിട്ടുള്ളത്. അത് ഉരുക്കി അരിച്ചു വെച്ചതാണ്. ഈ ഒരു കപ്പ് അളവ് ഉരുളക്കിഴങ്ങ് എനിക്ക് ഇത് മതിയാവും. അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ താല്പര്യം പോലെ കൂടുതൽ മധുരം ഉപയോഗിക്കാം. ഇത് നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ശർക്കരയൊക്കെ വറ്റി ഡ്രൈ ആയി. ഇനി ഇതിലേക്ക് പാലൊഴിക്കാം. ഒരു ഗ്ലാസ് പാലൊഴിക്കാം. പായസം വറ്റിയുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തത് ഇടും. ഉരുളക്കിഴങ്ങ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്വാദിഷ്ടമായ ഒരു പായസം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.